5 മന്ത്രിമാരുടെ തർക്കത്തിൽ വഴിമുട്ടി വി ഡി സതീശൻ സർക്കാരിന്റെ വകുപ്പ് വിഭജനം. എക്സൈസിന് പുറമെ ഒരു വകുപ്പ് കൂടി ആവശ്യപ്പെട്ട് എം ലിജു, ഗതാഗതത്തിന് പകരം സഹകരണം ആവശ്യപ്പെട്ട് CP ജോൺ. ഫിഷറീസും ഉന്നത വിദ്യാഭ്യാസവും ലീഗും കോൺഗ്രസും വെച്ചുമാറുന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ്. പട്ടിക ഇന്ന് തന്നെ ലോക്ഭവന് കൈമാറേണ്ടതുണ്ട്. ബിനിൽ സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്തായാലും അവസാനവട്ട സമയത്തും ഈ തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുക തന്നെയാണ്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ 5 വകുപ്പുകളിലാണ് ഈ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. രുചീഷ്, മുഖ്യമന്ത്രിയുമായുള്ള ഈ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. CP ജോണും അടക്കമുള്ള ആളുകൾ, ഈ തർക്കമുള്ള ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അത് ഈ വകുപ്പ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആ യോഗം ചേരുന്നത്. നിലവിൽ ഇപ്പോൾ തർക്കമുള്ളത്, അനിശ്ചിതത്വമുള്ളത് 5 വകുപ്പുകളിലാണ്. അതിൽ എക്സൈസിന് പുറമെ മറ്റൊരു വകുപ്പ് കൂടി വേണമെന്നാണ് എം ലിജുവിന്റെ ആവശ്യം. അത് അദ്ദേഹം പറയുന്നത് ഈ എക്സൈസ് വകുപ്പ് ഒരു സാമുദായിക പരിഗണനയും നൽകുന്നതാണെങ്കിൽ അത് വേണ്ട എന്ന തുടക്കത്തിൽ നിലപാടെടുത്തിരുന്നു. പക്ഷേ അത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ മറ്റൊരു വകുപ്പ് കൂടി നൽകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പാണ് CP ജോണിന് CMBക്ക് നൽകിയിരുന്നത്. സഹകരണ വകുപ്പാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ഇന്നത്തെ ചർച്ചയിൽ അവർ വീണ്ടും ആവശ്യപ്പെടും. ആ ചർച്ച അവിടെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന് ലീഗും കോൺഗ്രസുമായുള്ള ചർച്ചയാണ്. ആ ചർച്ച ഫിഷറീസും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗ്, വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒരുമിച്ച് ലീഗാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ കൈകാര്യം ചെയ്തിരുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസവും ഫിഷറീസ് വകുപ്പും തമ്മിൽ വെച്ചുമാറുന്ന ഒരു ആലോചനയാണ് നടന്നത്. അതിൽ ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകി ഉന്നത വിദ്യാഭ്യാസം ഏറ്റെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. ആ ചർച്ച അങ്ങനെയായിരുന്നു. അത് ഏകദേശം തീരുമാനിച്ചതുമാണ്. പക്ഷേ അപ്പോഴാണ് ലത്തീൻ സഭ അവർ ഒരു എതിർപ്പ് അറിയിച്ചത്. അവർക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രിയില്ല, ലത്തീൻ സഭയ്ക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രിയില്ല. അങ്ങനെ ആ മന്ത്രി ഇല്ലാതെ അവഗണിച്ചു. അതിന് പുറമെ ഫിഷറീസ് വകുപ്പ് മറ്റൊരു ഘടകകക്ഷിക്ക് നൽകുകയുമാണ്. അത് ശരിയായ നിലപാടല്ല. അത് മുഖ്യമന്ത്രി തന്നെ മന്ത്രിയില്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വി ഡി സതീശൻ അവിടേക്ക് എത്തി, ബിഷപ്പ് ഹൗസിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. എന്തായാലും ആ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ വകുപ്പുകൾ വെച്ചുമാറുന്നതിൽ ഒരു പുനരാലോചന വീണ്ടും വന്നത്. ഇന്ന് ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഉച്ചയ്ക്ക് മുമ്പാണ് ഈ കൂടിക്കാഴ്ച പൂർത്തിയാവുക. ഉച്ചയ്ക്ക് മുമ്പായി തന്നെ നമുക്ക് ഏതൊക്കെ വകുപ്പുകൾ എങ്ങനെയെന്ന്, അന്തിമ പട്ടിക എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കും. എന്തായാലും തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നത്. അധികം വൈകാതെ തന്നെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കൃത്യമായി തന്നെ ഔദ്യോഗികമായി അറിയാൻ കഴിയും. രുചീഷ്. ശരി.